ഹലോ ബോസ്. എന്താ വേണ്ടി മോനെ? ഞാനൊരു ഫിൽം മേക്കർ, അറിയോ? ആ എനിക്ക് ഓർമ്മയുണ്ടോ മറ്റേ ചായക്കട എടുത്ത വീഡിയോ? ഞാനുണ്ടായിരുന്നു അതില്. മോനല്ലേ മറ്റേ സന്തോഷ് പണ്ഡിത്തിന്റെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്? അല്ല, ഐ ആം വിത്ത് ലിയോനാർഡോ ഡികാപ്രിയോ. ആരെ? ഡികാപ്രിയോ, ടൈറ്റാനിക്. കാപ്പിയും ചായൊന്നുമില്ല മോനെ, പൂ മാത്രമേ ഉള്ളൂ. ഡികാപ്രിയോ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കൊരു പൂക്കട വേണം ഫിലിമിന് വേണ്ടി. ഞാനൊരു കഥ എഴുതിക്കൊണ്ട് വരിക. യു നോ വാട്ട്സ് സ്റ്റോറി? ഒരാൾ ഇങ്ങനെ ഫുൾ ഹൈ ആയിട്ട് പൂക്കടയിൽ ഇങ്ങനെ അത് എൻവിഷൻ ചെയ്യുക. പൂക്കടയാണ് അവന്മാരുടെ സ്വർഗരാജ്യം എന്ന്. അങ്ങനത്തെ വല്ലതും എന്തോ നീ പറയുന്നത്? സ്വർഗരാജ്യം മനസ്സിലായോ? ശരിക്കും നാട്ടിലെവിടെയാ? ഞാൻ ഫ്രോം സ്വിറ്റ്സർലൻഡ്. ചുമ്മാ തള്ളാതെ കുറച്ച് മുമ്പ് ഒരുത്തൻ വന്നു UK പറഞ്ഞു, വെറുതെ ഉട്ടായിപ്പ്. ഇപ്പൊ ഇതിന്റെ പേരെന്തുവാ? ജാസ്മിൻ. അതോ? അതല്ല. അതിന്റെ ഹൈറ്റ് എത്രയാവും? നിന്നെക്കാട്ടിലും എന്തായാലും ഉണ്ട്. അതിന്റെ ഹൈറ്റ് ഒരു 200 മീറ്റേഴ്സ് ആവോ? 200 മീറ്റർ. കാരണം ലിയോനാർഡോ ഡികാപ്രിയോ 240 മീറ്റേഴ്സ് ആണ്. 240 മീറ്റേഴ്സോ? അവനെന്താ റോഡോ, ഹൈവേ, നാഷണൽ എക്സ്പ്രസോ? നീ കണ്ടില്ലേ? ഹി ഹാസ് ലൈക്ക് ഫിറ്റിംഗ്സ് ബ്രോ. അതിന് ഹൈറ്റ് വേണം. കോപ്പ 240 മീറ്റർ. നിനക്ക് തലക്കില്ല കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഫ്ലിപ്പായിട്ട് അതിന് പരിപാടി കാണേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഇവിടെ വെൽ സെറ്റിൽഡ് ആണ്. വെറുതെ ഇതിന്റെ പേരെന്താ? ഇതെന്തിനാ? അത് ഓട്ടോപ്ലാന്റ് കണ്ടില്ല? ഓട്ടോ ഒക്കെ കിടക്കുന്നതിൽ അതിന്റെ ഗുണം എന്തുവാ? ബെനിഫിറ്റ് അതിന്റെ ഇവിടെ നോക്കി എല്ലാം താഴേക്കും കാണും, താഴെ നോക്കുന്നവർക്കെല്ലാം വെള്ളേക്കും. ചേട്ടാ, ഇവിടെ അടുത്ത് വെള്ളം ഉണ്ടോ കുടിക്കാൻ? നീ പൂ മേടിക്കാനാണ് വന്നേ? വെള്ളം കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നീ ആദ്യം പൂ മേടിക്കാം, എന്നിട്ട് വെള്ളം തരത്തുള്ളൂ. വെള്ളം കോംപ്ലിമെന്ററി അല്ല. ഞാൻ വെള്ളം കോംപ്ലിമെന്ററി ആണ് സാധനം മേടിക്കുന്നവർക്ക്. ഓക്കെ, ഇതിന് എത്ര? അതിന് 350. 2 dirhamsൽ എന്തെങ്കിലും കിട്ടുമോ? ചേട്ടാ, ആ ഒരു 100 ഗ്രാം പശുവിന് കൊടുക്കുന്ന കാടി എടുത്ത് ഇവന് കൊടുക്കേട്ടാ. 2 dirhamsനാവും മേടിക്കാൻ വന്നിരിക്കുന്നു പൂക്കടയില്.